നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, ഈ വിശുദ്ധ വാരത്തിലെ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതിവരാതെ വണ്ണം കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ അപ്പ അങ്ങയ്ക്ക് ഹിതകരമായിരിക്കണമേ എന്ന് യാചിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് ഭദ്രമായി കാത്തുകൊള്ളണം കർത്താവേ. ദൈവമേ, അങ്ങക്ക് ഹിതകരമല്ലാതെ ഒരു വാക്ക് പോലും സംസാരിക്കുവാൻ അടികളെ അനുവദിക്കരുത് കർത്താവേ. അങ്ങയുടെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണല്ലോ കർത്താവേ. അതിന് പ്രകാരം കർത്താവേ, അങ്ങയുടെ വചനം വാരി വിതറുമ്പോൾ അങ്ങയുടെ കൃപ കൊണ്ട് എല്ലാവരും അത് ഉൾക്കൊള്ളുവാനുള്ള കൃപ നൽകണം കർത്താവേ. പാപിയായ അടികളെയും താഴ്ത്തി ഇതാ തരുന്നു കർത്താവേ. ദൈവമേ, തിരുവചനം അങ്ങയുടേത്, കേൾവിക്കാരും അങ്ങയുടേത്. തിരുഹിതം പോലെ ഞങ്ങളെ നയിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഈ വിശുദ്ധ വാരത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ വരുത്തിയ ദൈവത്തെ ആദ്യമായി സ്തുതിച്ചുകൊള്ളട്ടെ. വേദിയിലായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ, കൊയറംഗങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, യുവതിയുവാക്കളെ, മറ്റു പ്രിയപ്പെട്ടവരെ, കപ്പ്യാരും കുടുംബവും മറ്റെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിപ്പി. മർക്കോസ് 11-ാം അധ്യായം 11 മുതൽ 14 വരെ. യേശു യെരുശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 ബഥാനിയയിലേക്ക് പോയി. പിറ്റേന്നാൾ അവർ ബഥാനിയെ വിട്ടു പോരുമ്പോൾ യേശുവിന് വിശന്നു. യേശു ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. യേശു അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ഇവിടെ അത്തിവൃക്ഷത്തിൻ്റെ ഒരു ഉപമയാണ് പ്രതിപാദ്യ വിഷയം. ഇത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 21-ാം അധ്യായം 18 മുതൽ 22 വരെ, ലൂക്കോസ് 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ഇത് പ്രതിപാദിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത ഒരു സമയത്താണ് യേശു കർത്താവിടെ ഫലത്തിനായി തേടി വന്നിരിക്കുന്നുവെന്ന് കാണുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലെ 6 മുതൽ 9 വരെയുള്ള വചനത്തിൽ ഒരാൾ വായിച്ചൊന്ന് സഹായിച്ചാൽ കൊള്ളാം. ലൂക്കോസ് 13-ാം അധ്യായം 6 മുതൽ 9 വരെ. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ ഉപമകളാലാണ് ദൈവരാജ്യത്തിൻ്റെ
കാര്യങ്ങളെ ആ ജനങ്ങളോട് അറിയിച്ചിരുന്നത്, പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ, കടുക് മണിയുടെ ഉപമ, ഗോതമ്പിൻ്റെ ഉപമ, പല ഉപമകളും നമ്മൾ സൺഡേ സ്കൂളിലൂടെയും ബൈബിൾ വായനയിലൂടെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവിടെ അത്തിമരം ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. ഫലമില്ലാത്തതുകൊണ്ട് അത് വേരോടെ ഉണങ്ങിപ്പോകുന്നു. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെ നമ്മൾ വായിക്കുമ്പോൾ യേശു പറയാണ്, 3 വർഷമായി ഫലം തേടി ഞാൻ എല്ലാ വർഷവും വരികയാണ്. അതിൽ ഫലം ഒരു ദിവസവും കണ്ടിട്ടില്ല. അതിനെ വെട്ടിക്കളക. ഇത് എന്തിനിവിടെ നിന്ന് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും നട്ടെങ്കിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമായിരുന്നല്ലോ എന്നാണ് യേശു കർത്താവ് പറയുന്നത്. എന്നാൽ അവിടെ മധ്യസ്ഥ വഹിക്കുവാനായി തോട്ടത്തിൻ്റെ ഉടയവൻ വരുന്നു. അദ്ദേഹം പറയുകയാണ്, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഫലം തന്നില്ല എങ്കിൽ വെട്ടിക്കളയാമെന്ന് പറയുന്നു. ആ മധ്യസ്ഥതയാൽ ആ അത്തി ഉണങ്ങുന്നതായി നാം അവിടെ വായിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളും പലപ്പോഴും, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നേ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടവളായിരുന്നു. എന്നാൽ യേശുവപ്പച്ചൻ മധ്യസ്ഥത ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എന്നെനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇവിടെ ആയിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചൻ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ വിശുദ്ധ വാരത്തിലെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് തിരിച്ചു നോക്കുക. നമ്മെ എന്തിനാണ് ഒരു ദിവസം കൂടെ നിൽക്കട്ടെ, ഫലം തന്നില്ല എങ്കിൽ വെട്ടിക്കളയാം എന്നുള്ള മധ്യസ്ഥതയിലല്ലയോ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്? നമ്മൾ നല്ലവരായിട്ടോ നല്ല പ്രവർത്തനം ചെയ്യുന്നവരായിട്ടോ അല്ല. എങ്കിലും ദൈവം നമ്മെ സ്നേഹിച്ച് ഇത്രത്തോളം നടത്തുന്നു. നമ്മളിൽ എന്ത് ഫലമാണ് ഉണ്ട് എന്ന് നാം ചിന്തിച്ച് നോക്കുക. വീണ്ടും ഓരോ സമയത്തും ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ നമ്മളാലാവോളം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. നാം ദൈവത്തിൽ നമ്മെ തന്നെ അർപ്പിച്ച് നല്ല ഫലം കായ്ക്കുന്നവരായി തീരുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഭവത്തിൽ വീണ്ടും നാം കുടുങ്ങിപ്പോകരുത് എന്നാണ് പറയുന്നത്. നമ്മെ ക്രൂശിലൂടെ കർത്താവ് സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ കാണുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് തുടങ്ങിയവ കാണുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല, ദൈവരാജ്യത്തിന് അർഹരല്ല എന്ന് പറയുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നല്ല ഫലം കായ്ക്കുവാനാണ് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. ഈ ദുർനടപ്പിനും അശുദ്ധിയോ ഒന്നുമില്ല എങ്കിലും മറ്റുള്ളവരോടുള്ള പക, പിണക്കം, നമ്മൾ ഭിന്നത, അസൂയ, മദ്യപിക്കുന്നവരും കാണും. മറ്റ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് ഒന്നും നാം ഇനി തിരികെ എടുക്കരുതേ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. ഈ വിശുദ്ധ വാരത്തിലെ മൊബൈലിൻ്റെ ദുരുപയോഗങ്ങളിലൊന്നും അകപ്പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഇതെല്ലാം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ
നമ്മൾ നല്ല ഫലങ്ങൾ കായ്ക്കണമെന്നാണ് യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യർ 5:22 മുതൽ 24 വരെ ഒരാൾ വായിച്ചാൽ കൊള്ളാമായിരുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, നിത്യജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജനത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ നാം മറ്റുള്ളവരോട് ആവോളം സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ദീർഘക്ഷമയോടും ദയയോടും പരോപകാരത്തോടും വിശ്വസ്തയോടും സൗമ്യതയോടും കൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളിവിടെ ആഗ്രഹിക്കുന്നു. ഇന്ദ്രിയ ജയമെന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, ചെവി, നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ദൈവത്തിന് ഹിതകരമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമായി എപ്പോഴും ദൈവത്തോടു കൂടെയുള്ള ജീവിതം അത് എത്ര ധന്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. നാം എവിടെ ആയിരുന്നാലും വിശ്വസ്തരായിരിക്കണം, ദയവുള്ളവരായിരിക്കണം, പരോപകാരമുള്ളവരായിരിക്കണം. സമാധാനവും സ്നേഹവും സന്തോഷവും ദീർഘക്ഷമയും ഇന്ദ്രിയങ്ങളോടുള്ള ആ ജയവും ഇന്ദ്രിയജയം ഉള്ളവരും ആയിരുന്നാൽ നമുക്ക് നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കും. യേശുവിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കുവാൻ സാധ്യമല്ല എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസ് 11-ാം അധ്യായം 15 മുതൽ 18 വരെ ഒരാൾ വായിക്കുക. മർക്കോസ് 11-ാം അധ്യായം 15 മുതൽ 18 വരെ. വായിച്ചു തീർന്നാ യേശുവിൻ്റെ യെരുശലേം ദേവാലയത്തിലെ ശുചീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു യെരുശലേമിലെത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻപാണിക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു. പുരുഷാരെല്ലാം യേശുവിൻ്റെ ഉപദേശത്തിൽ അതിശയിക്കാൻ അവർ യേശുവിനെ ഭയപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ഉപദേശങ്ങളെ കേട്ടപ്പോൾ ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും യേശുവിനെ എങ്ങനെ നശിപ്പിക്കാം, തങ്ങളുടെ സീറ്റ് അല്ലെങ്കിൽ തങ്ങളുടെ അധികാരം തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയാലാണ് ഇവിടെ യേശുവിനെ കൊല്ലുവാൻ നോക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അതിശയം അല്ലെങ്കിൽ യേശു അതിശയകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് അംഗീകരിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ
ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ആർക്കും മനസ്സില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ കൊല്ലുവാൻ അവർ ഗൂഢാലോചനകൾ നോക്കുന്നത്. ഇവിടെ യേശു അവരുടെ നീതികേടിനെക്കുറിച്ച്, തിന്മ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ആർക്കും യേശുവിനെ, ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും യേശുവിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വലിയൊരു പുരുഷാരം എപ്പോഴും യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരുന്നു. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്തയാലാണ് ഈ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊല്ലുവാൻ നോക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നാം യേശുവിനെ തള്ളിപ്പറയുന്നവരും യേശുവിനെ നശിപ്പിക്കാൻ നോക്കുന്നവരും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുതേ എന്ന് വിനീതമായി പറയുകയാണ് ഞാൻ. കാരണം ഏതെങ്കിലും പ്രവർത്തനം നമ്മുടെ ആലയത്തിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ വശത്ത്, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കുക. പരസ്പര സ്നേഹത്തോടെ, ഐക്യത്തോടുകൂടെ എല്ലാവർക്കും ഉള്ളതാണ് ദേവാലയം, എല്ലാവർക്കും ഉള്ളതാണ് ദേവാലയം, പ്രാർത്ഥനാലയം. നമ്മുടെ സഭയിൽ ഇപ്പോഴേ ഈ ദേവാലയം തുറന്നു കിടക്കുന്ന കാണുമ്പോഴെനിക്ക് സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇവിടെ പേരുള്ളവരല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി വരുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഞാൻ നിമിത്തം ഇത് കള്ളൻ്റെ ഗുഹയാക്കി തീർക്കുന്നുവോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത മാത്രം. അത് ഉൾക്കൊള്ളുവാൻ മനസ്സുള്ളവർ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ ആലയം, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് മർക്കോസ് 11:17 മത്തായി 21:13 യെശയ്യാപ്രവചനം 56:7 ഇവിടെ പറയുന്നു. മർക്കോസ് 11:20 മുതൽ 26 വരെ ഒരാൾ വായിക്കുക. മർക്കോസ് 11:20 മുതൽ 26 വരെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുണർന്നിട്ടാണ് തൻ്റെ ദൗത്യം നിർവഹിച്ചത്. പ്രിയ സ്നേഹിതരെ, അങ്ങനെയെങ്കിൽ പാപികളായ ദോഷികളായ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നമ്മുടെ ജീവിതയാത്ര തുടരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ അത്തി ഉണങ്ങിപ്പോയത് അവർക്ക് എന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ.
എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വിരോധമോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് മനഃപൂർവ്വമായി ക്ഷമ യാചന ചെയ്ത് നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും നല്ലത് ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പേൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കയില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. മർക്കോസ് 1:35 അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. മർക്കോസ് 14:38 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായി കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എഫേസ്യർ 5:15 മുതൽ 20 വരെ ഒരാൾ വായിക്കണം. എഫേസ്യർ 5:15 മുതൽ 20 വരെ. ആകയാൽ സൂക്ഷ്മതയോടെ നമ്മൾ ഇപ്പോഴേ അജ്ഞാനികളായില്ല, നമ്മൾ ജ്ഞാനികളായിട്ടാണ് ആയിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ എപ്പോഴും കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ചിലപ്പോഴൊക്കെ വൈമനസ്യം കാണിക്കുന്നു. എങ്കിലും ജീവനുള്ള യേശു അപ്പച്ചനാണെന്ന് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞ മക്കളാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ഇനിയൊന്നും അറിഞ്ഞുകൂടാ എന്നിട്ട് ഉള്ളതല്ല, ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നല്ല ഫലം കായ്ക്കുവാൻ നമ്മളാലാവോളം നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടും. ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു. അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു. അധികമില്ല അധികമില്ല യാത്ര, അധികമില്ല 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 യാത്ര, അധികമില്ല. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും. ശാശ്വത വീട്ടിലെത്തുവോളം കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ ക്രൂശിൽ നോക്കി
ഞങ്ങളെയും ശാശ്വത വീട്ടിൽ എത്തുവോളം ശാന്ത തുറമുഖമെടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു ശാന്ത തുറമുഖമെടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു അധികമില്ല 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 യാത്ര അധികമില്ല സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടുത്താൻ സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങൾ താങ്ങിടുന്താൻ ശാന്ത തുറമുഖമെടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു ശാന്ത തുറമുഖമെടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു അധികമില്ല അധികമില്ല യാത്ര അധികമില്ല 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 യാത്ര അധികമില്ല. അവസാനമായി യോഹന്നാൻ 14 അധ്യായം 1 മുതൽ 3 വരെ വായിക്കാം. യോഹന്നാൻ 14 അധ്യായം 1 മുതൽ 3 വരെ. യേശു കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ആ കർത്താവിൻ്റെ വരവിങ്കലെ ലജ്ഞ കൂടാത്ത മുഖത്തോടുകൂടി നമ്മളെല്ലാവരും ആയിരിക്കാൻ, പിതാവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ധ്യാനം ചുരുക്കും.